കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയിട്ടുള്ള KSRTCയിലെ ഇൻസ്പെക്ടർമാരെ കുറിച്ചുള്ള ചെക്കിംഗ് ഇൻസ്പെക്ടർമാരെ കുറിച്ചുള്ള ഒരു പ്രസ്താവന. എല്ലാ ഇൻസ്പെക്ടർമാരും CMDയുടെ ഇൻസ്പെക്ടർമാരുടെ ഒരു സ്ക്വാഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ CMD അയച്ചു തരും. ആ സ്ക്വാഡിലൂടെ റൂട്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും പരിശോധിക്കണം. ഇൻസ്പെക്ടർമാർ റൂട്ടിൽ പോകാത്തത് കൊണ്ടാണ് KSRTCയിലെ വലിയൊരു നഷ്ടത്തിന്റെ കാരണം. പരമാവശ്യമായിട്ട് ഞാനിത് പറയുമ്പോൾ നമ്മളെ വെൽഫെയർ അസോസിയേഷനെയും പൊതുവെ എന്നെയും കാറ്റഗറിവാദിയായി ചിത്രീകരിക്കുകയും ഇവിടുത്തെ ചെക്കർ വിഭാഗം ജീവനക്കാർ അതിക്രൂരമായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന പോലെ റിപ്പോർട്ടുകൾ എഴുതി വെൽഫെയർ അസോസിയേഷന്റെ ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കും നിലപാടിലേക്കും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള സന്ദേശങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു, നല്ല കാര്യം. വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ ചെക്കർമാർ കൃത്യമായി ജോലി എടുക്കുന്നില്ല എന്നുള്ള കാര്യം മന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ട വീഡിയോയിൽ പറയുന്ന ഒരു ഭാഗം, ഇൻസ്പെക്ടർമാർ റൂട്ടിൽ പോകാത്തതാണ് KSRTCയുടെ വലിയൊരു നഷ്ടം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഡ്രൈവർ രാവിലെ ഡ്യൂട്ടിക്ക് വന്നില്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യമില്ല, വീടിനടുത്ത് ഒരാൾ മരിച്ചില്ല, മക്കൾക്ക് സുഖമില്ല, അച്ഛനമ്മമാർക്ക് സുഖമില്ല, തനിക്ക് തന്നെ സുഖമില്ല, എന്തെങ്കിലും കാരണമായിക്കോട്ടെ, കാര്യകാരണങ്ങൾ ഒന്നും അന്വേഷിക്കാതെ ആ ഡ്രൈവർ അന്നത്തെ വണ്ടി മുടങ്ങിയതിന്റെ തുക ആ ഡ്രൈവറിൽ നിന്ന് ഈടാക്കുക എന്ന് എഴുതി ഒരു ആബ്സെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുക. എന്നിട്ട് അവിടെ വിജിലൻസിന്റെ തലപ്പത്തിൽ ഒരു മാന്യൻ ഇരിപ്പുണ്ട്. അങ്ങേര് ഓൺലൈനിൽ വരും, 20,000 ശരി കരഞ്ഞു പറയും, അന്ന് ഒരു 10,000 നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് പുള്ളി തമ്പുരാനായി കൽപ്പന പുറപ്പെടുവിക്കാൻ. എന്തേ KSRTCയിലെ വിജിലൻസ് അധികാരി മന്ത്രി ഈ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങൾ കാര്യക്ഷമമായി ജോലി എടുക്കാത്ത ഏത് ചെക്കിംഗ് ഇൻസ്പെക്ടറെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്? ഈ താഴെക്കടലുള്ള ജീവനക്കാർക്ക് വേണ്ടി മാത്രമേ ഈ വിജിലൻസ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിജിലൻസിന്റെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഈയാമ്പാറ്റകളെ പോലെ കുറെ ചക്രന്മാരെ കൂട്ടി അതിനെ തലപ്പത്തിരിക്കുന്ന വിജിലൻസ് ഇൻസ്പെക്ടർ, വിജിലൻസ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് തുടങ്ങിയവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഈ പാവപ്പെട്ട ജീവനക്കാരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുക. അവിടെ വിജിലൻസ് VOയുടെ കസേരയിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, സാജു ലോറൻസ് എന്നാണ് വരുന്നത്. അയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ആണ് ഇവിടെ ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകൻ വിളിച്ചു ചോദിച്ചപ്പം വണ്ടിയുടെ ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങളോ വണ്ടിയുടെ പെർമിറ്റ് നീട്ടിക്കൊടുത്തതിനെ കുറിച്ചോ മറുപടി പോലും പറയാൻ അറിയത്തില്ല. അത് ആ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ. ഇവിടെ എന്താണ് പ്രശ്നം? ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസ്പെക്ടർമാരെ പരിശോധിക്കാൻ ഇവിടെ ഒരു സംവിധാനമില്ല. മന്ത്രി പറഞ്ഞത് 100% ശരിയാണ്. ഞാൻ മിനിസ്റ്റർ KB ഗണേഷ് കുമാറിനോട് 100% യോജിക്കുന്നു. ഇൻസ്പെക്ടർമാർ റൂട്ടിൽ പരിശോധന നടത്തുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ യാത്രക്കാരാണെങ്കിലും നമ്മൾ സഹപ്രവർത്തകർക്കാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഒരു ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം 12 വണ്ടി പരിശോധിച്ചാൽ മതി. 12 വണ്ടി. ആ വണ്ടി പരിശോധിക്കുമ്പോൾ എന്താ ഇവർ ചെയ്യുന്നത്? ഏതെങ്കിലും ഡിപ്പോയിൽ നിൽക്കും, ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് കയറി വരുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവനോട് മേടിക്കും. എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ആ ട്രിപ്പ് ഷീറ്റ് അത് കീറി എടുത്തിട്ട് ഇവനോട് ഈ ഒപ്പിട്ടാക്കാൻ പറഞ്ഞിട്ട് SIRൽ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോവുക. ഇതല്ലേ ഭൂരിഭാഗം ചെയ്യുന്നത്. ഇപ്പൊ വണ്ടിയുടെ പുറത്ത് ഇതാ ഡ്രൈവറുടെ ഡ്രൈവിംഗ് മോശമാണെങ്കിൽ ഈ നമ്പറിലേക്ക് വീഡിയോ എടുത്തയക്കൂ എന്ന് പറഞ്ഞ് KSRTC ബസിന്റെ പിന്നാമ്പുറത്ത് വലിയ സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. MDയുടെ ഉത്തരവ് പ്രകാരം. ഞാൻ MDയോട് ചോദിക്കുന്നില്ല, മന്ത്രിയോട് ചോദിക്കുന്നു, ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നും വഴിയെ പോകുന്ന വണ്ടി ചോറിടാൻ നിർത്തുമ്പോഴും കാപ്പി കുടിക്കാൻ നിർത്തുമ്പോഴും, ഇല്ലെങ്കിൽ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വരും, ഡ്യൂട്ടി ഫിനിഷ് ചെയ്തിട്ട് ഡിപ്പോയിലോട്ട് വരുമ്പോഴും, ഇല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോഴും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഭാഗം വീഡിയോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? കൊട്ടിഘോഷിക്കപ്പെട്ട വിജിലൻസ് ഓഫീസർ SIR പരിശോധിച്ച് എത്ര ചെക്കിംഗ് ഇൻസ്പെക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്? അപ്പോൾ ശിക്ഷണവും പീഡനവും എല്ലാം അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി മാറിക്കൊണ്ട് ജോലി എടുക്കാത്തൊരു വിഭാഗം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മന്ത്രിയെ തിരിച്ചറിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഈ KSRTC ഇത് പരിശോധിക്കേണ്ടത് ആരാണ്? വിജിലൻസ് വിഭാഗമാണ്. ഈ വിജിലൻസ് വിഭാഗത്തിൽ ആരേ ഉള്ളൂ? ഈ ചെക്കർമാർ മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യയിലെ മറ്റെല്ലാ RTCകളിലും ഇത്തരം പരിശോധനാ വിഭാഗം എന്ന് പറയുന്നത് പ്രത്യേകതയുണ്ട്. ഇനി പ്രൊമോഷൻ നൽകിക്കൊണ്ട് പരിശോധനാ വിഭാഗത്തിലേക്ക് ആളുകളെ എടുക്കുകയാണെങ്കിൽ കർണാടക ഉൾപ്പെടെ ഉള്ളിടത്ത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഈ വിജിലൻസിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവര് ഈ പിടിക്കാൻ വരുന്നത് ആരാണ്? ഈ ചെക്കിംഗ് ഇൻസ്പെക്ടർ മൂത്ത് അവിടെ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആള്. ഇവർ വരുമ്പോൾ എന്താണ് SIR ചോദിച്ച് അത്രയ്ക്ക് കൃത്രിമം ഉണ്ടെങ്കിൽ മാത്രമേ പിടിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇവര് മച്ചപ്പിമാരാവും. അപ്പോൾ എന്താണ്? വിജിലൻസ് വിഭാഗം കാര്യക്ഷമമാകണമെങ്കിൽ ഇപ്പം
ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ആരാണ്? ഈ സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ലാത്ത ഈ വിജിലൻസുകാർ വന്നിട്ടാണ് ഈ ഡ്രൈവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യുന്നത്. എഞ്ചിൻ വഴി പോലും നേരെ ചൊവ്വേ പഠിച്ചിട്ടില്ലാത്തവനാണ് ഇവിടുത്തെ എഞ്ചിനീയർമാർക്കെതിരെ റിപ്പോർട്ട് എഴുതാൻ വരുന്നത്, മെക്കാനിക്കൽ വിഭാഗത്തിനെതിരെ റിപ്പോർട്ട് എഴുതാൻ വരുന്നത്. ഇത് പരിഷ്കരിക്കണമെന്ന് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. വിജിലൻസിലേക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വേണം, അതൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെക്കർ കാറ്റഗറിസം കൊടികുത്തി വാഴുന്ന KSRTC-യിൽ മന്ത്രിയുടെ ഈ തിരിച്ചറിവിന് വെൽഫെയർ അസോസിയേഷൻ നന്ദി അറിയിക്കുന്നു. ഈ തിരിച്ചറിവ് കൊണ്ട് പ്രവർത്തിക്കുവാൻ അങ്ങ് ശ്രമിച്ചാൽ അങ്ങയുടെ കസേരയിൽ തെറിക്കും. അതാണ് മന്ത്രിയോട് പറയാനുള്ളത്. അത്രയ്ക്ക് ശക്തന്മാരാണ് ഇവര്. ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഇവിടെ അധികായനായിട്ട് വന്ന ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന KSRTC കൃത്യമായി ശമ്പളം കൊടുത്തൊരു MD-യെ പുറത്താക്കാൻ വേണ്ടി ഇവർ യൂണിയൻ ഭേദമന്യേ ഒന്നിച്ചു നിന്നു. അവര് വരച്ചവരെ നിർത്തും, ഇല്ലെങ്കിൽ മന്ത്രി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഏതായാലും ചക്കർമാരെ കൊണ്ട് ജോലി എടുപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ആശംസകൾ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വിജിലൻസ് വിംഗിലേക്ക് യോഗ്യതയുള്ള, ഇപ്പൊ മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ MB ഉൾപ്പെടെയുള്ള ആളുകളെ വിജിലൻസിൽ എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ DE-മാരുണ്ടല്ലോ, കഴിവുള്ള DE-മാരുണ്ടല്ലോ. ഇവിടെ കഴിവുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള വെഹിക്കിൾ സൂപ്പർവൈസർമാരുണ്ടല്ലോ. നല്ല വിദ്യാഭ്യാസവും യോഗ്യതയും KSRTC-യെ കുറിച്ച് കണക്കുകളെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള സൂപ്രണ്ടുമാരുണ്ടല്ലോ. എടുത്തു വെക്ക് അവരെ വിജിലൻസിലോട്ട്. വിജിലൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആകട്ടെ, ഒരു കാറ്റഗറിയുടെ കയ്യിൽ മാത്രം ഇരിക്കുമ്പോൾ ആ കാറ്റഗറിയുടെ കുറ്റങ്ങൾ ഇവിടെ മറക്കപ്പെടുന്നു. പിന്നെ മന്ത്രി അതിനുവേണ്ടി ശ്രമിക്കുമ്പോ മറ്റേ സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, കണ്ടറിയണം കോശി എന്ന് പറയുന്ന അവസ്ഥയാണോ ആയിത്തീരാൻ സാധ്യതയുണ്ട്. കാരണം വമ്പൻ നേതാക്കന്മാർ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ടോമിൻ തച്ചങ്കരിയെ പുറത്താക്കുവാൻ വേണ്ടി ചീഫ് ഓഫീസിന്റെ പതക്കൽ നടത്തിയിട്ടുള്ള സമര കോലാഹലങ്ങളിൽ പങ്കെടുത്ത വർത്തമാനം പറഞ്ഞ നേതാക്കന്മാരുടെ ഭാഷയും ശരീരഭാഷയും നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏതായാലും മന്ത്രി ഉദ്യമനത്തിൽ തുനിഞ്ഞിറങ്ങും എന്ന് തന്നെയാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്. അതിന് മന്ത്രിക്ക് 100% പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി. Thank you.